പറയുന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1760-കളിൽ ഈ ബോഗൺവില്ല കണ്ടുപിടിച്ചത് ഫ്രാൻസുകാരനായിട്ടുള്ള ഒരു ബൊട്ടാണിസ്റ്റാണ്, ഒരു സസ്യശാസ്ത്രജ്ഞനാണ്. അത് കണ്ടുപിടിച്ചത്, ഈ ചെടി ഉണ്ടായത് ബ്രസീലിലാണ്. ബ്രസീലിൽ റിയോ ഡി ജനീറോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ചെടി ഉണ്ടായത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഫ്ലെമിങ്ങോ അങ്ങനെയോ മറ്റോ എന്തോ ആണ്, ഞാനത് കൃത്യമായി പഠിക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ പേരിന് പ്രസക്തി ഇല്ല ഈ കഥയ്ക്കകത്ത്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഫ്ലെമിങ്ങോ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ചുകാരനായിട്ടുള്ള ഈ സസ്യശാസ്ത്രജ്ഞൻ ഈ ചെടി കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ സവിശേഷതകളും മറ്റു കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ലോകത്തിന് മുമ്പിൽ അനശ്വരമായ അദ്ദേഹത്തിൻ്റെ നാമം നിലനിർത്താനായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ് അദ്ദേഹം നടത്തിയത്. പക്ഷെ അദ്ദേഹം ആ ചെടിക്ക് പേരിട്ടത് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ ലൂയി ദേ ബോഗൺവില്ല എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ്റെ പേരാണ് ആ ചെടിക്ക് അദ്ദേഹം പേരിട്ടത്. അപ്പോൾ ആ കഥയ്ക്കകത്ത് ഇങ്ങനെ പറയുന്നത്, ഞാൻ ഇത് പറഞ്ഞത് ഇപ്പോൾ ഇവിടെ ശശികുമാർ സാർ പറഞ്ഞു അല്ലെ, അപരന് വേണ്ടി അകർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിരുന്നു. നമ്മൾ ഈ വരികളൊക്കെ ഇത്തരം കഥകളുമായിട്ട് ചേർത്ത് വെച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഇതിലേക്ക് ഒരു മഹത്തരം. തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ പേര്, തൻ്റെ നാമം അനശ്വരമാക്കാനായിട്ട് എത്രയോ സാധ്യതകൾ ഉണ്ടായിട്ട് പോലും തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ പേര് ആ ചെടിക്ക് നൽകിക്കൊണ്ട് ആ കടുത്ത വേനലിലും വളരെ ദുർബലമായി നമുക്ക് കാഴ്ചയിൽ തോന്നുന്ന ഒരു പുഷ്പമാണ് ഈ കടലാസ് ചെടി എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ എത്ര ആഞ്ഞ് പരിശ്രമിച്ചെങ്കിൽ മാത്രമേ ആ തണ്ടിൽ നിന്നും ആ ചെടിയുടെ ആ പൂവിനെ വേർപെടുത്താനായിട്ട് പൊഴിച്ചു കളയാൻ കഴിയത്തുള്ളൂ. ആ കടുത്ത വേനലാണെങ്കിലും പ്രതിസന്ധികളുടെ കാലഘട്ടമാണെങ്കിലും ആ ബോഗൺവില്ല ചെടി, ആ കഥയിൽ പറയുന്നത്, ബോഗൺവില്ല ചെടിയുടെ ആ കഥയിൽ പറയുന്നത്, ആ എത്ര പ്രതിസന്ധിയിൽ ബോഗൺവില്ല ചെടിയെ പോലെ എത്ര കടുത്ത ചൂടിലും എത്ര കടുത്ത സങ്കടങ്ങളിലും എത്ര കടുത്ത വ്യതകളിലും പ്രതീക്ഷയുടെ നാമ്പുകളായി നാളുകളെ പ്രതീക്ഷിച്ചുകൊണ്ട് പുത്തൻ ഉണർവോടെ കാത്തിരിക്കുന്ന ചെടികളായി അല്ലെ പുഷ്പങ്ങളായി ബോഗൺവില്ല ചെടികളെ പോലെ നമ്മളെല്ലാവരും മാറണമെന്നാണ് ആ കഥയിൽ പറയുന്നത്. കാരണം അന്യജീവനും സാറോട് പറഞ്ഞു, അന്യജീവൻ ഉതകുമീ സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ എന്നിവിടെ സാർ പറഞ്ഞു. അപ്പോൾ നമ്മൾ ചെയ്ത കാര്യവും സത്കർമ്മവും പറഞ്ഞ് അതിനോടനുബന്ധിച്ച് നമുക്കുണ്ടായ ദുഃഖങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഇവിടെ സൂചിപ്പിക്കണ്ടേ. നമ്മൾ പരസ്പരം ബോഗൺവില്ലകളാണ്. ഞാൻ പറഞ്ഞു വന്നതാണ്, നമ്മൾ പരസ്പരം ബോഗൺവില്ലകളാണ്. നമ്മുടെ സുഹൃത്തിന് വേണ്ടി, നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് വേണ്ടി നമുക്കുപരിയായിട്ട് ത്യാഗം ചെയ്യുവാൻ ശേഷിയുള്ള ഒരു പുരോഗമന ചിന്തയുള്ള കുമാരനാശാൻ പറഞ്ഞതുപോലെ അന്യജീവൻ ഉതകും ഈ സുജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ എന്ന് പറഞ്ഞ പോലെ ഭഗവാൻ ശ്രീ നാരായണ ഗുരുദേവന്റെ പാദങ്ങൾ അവരന് വേണ്ടി അകർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു എന്ന് നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത് പോലെ ഇത് ചെയ്യുമ്പോഴാണ് പരസ്പരം ബോഗൺവില്ലകളായി കടലാസ് ചെടികളെ പോലെ കാഴ്ചയിൽ ദുർബലമാണ് എന്ന് തോന്നുമെങ്കിലും പുത്തൻ പ്രതീക്ഷയോടുകൂടി സകല സങ്കടങ്ങളെയും വളരെയധികം പ്രതീക്ഷകളോടുകൂടി നമ്മൾ കാത്തിരിക്കും. ഇതിനപ്പുറം മറ്റൊരു സുന്ദരമായ നിമിഷം നമുക്കുണ്ടാകും എന്നുള്ള തോന്നലോടുകൂടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഒരു ബോഗൺവില്ല ചെടികളായി പരസ്പര സന്തോഷവും പരസ്പര പ്രോത്സാഹനവും പരസ്പരമായിട്ടുള്ള കരുതലുകളുമാകണം ശ്രീനാരായണ ധർമ്മഘടന കേന്ദ്രത്തിലെ പഠിതാക്കളായിട്ടുള്ള നമ്മളുടെ ഓരോരുത്തരുടെയും മുഖ്യ ഉത്തരവാദിത്വം എന്നുകൂടി നിങ്ങളെ ഇവിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സാർ ഇവിടെ തിരികെ വന്നു. എൻ്റെ വാട്സാപ്പിലെ കഥയിൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നല്ല ക്ലാസ്സും നല്ലൊരു ദിനവും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.